പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്ന ദൈവത്തിന്റെ വലിയ കരുണയാലും കൃപയാലുമാണ് ഞാനിവിടെ നിൽക്കുന്നത്. I'm standing before you because of the strengthening hand of our Lord. എൻ്റെ പേര് ബിജോ മാത്യു. എൻ്റെ സ്വദേശം പത്തനംതിട്ടയാണ്. My name is Bijo Matthew and my place is Pathanamthitta. ഡോക്ടർ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എനിക്കറിയാം. We know each other. 2013 കാലഘട്ടം സാധാരണ എല്ലാ യുവാക്കൾക്കും ജോലി കിട്ടാൻ പാടാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ 15 ജോലികൾ കിട്ടിയതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ജോലിയിൽ നല്ല അത്ഭുതകരമായ ജോലികളാണ്. എന്നാൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാൽ അതൊന്നും നല്ലതായിട്ട് ചെയ്ത് പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ 2013 കാലഘട്ടത്തിൽ ബിലീവേഴ്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഹെഡായിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട എസ് മാത്യു സാർ മാത്യു പി ദാനിയൽ സാർ അവിടെ വർക്ക് ചെയ്യുന്നത്. സാറിൻ്റെ ഫാദർ ഇൻ ലോ ആണ് എസ് മാത്യു സാർ. എൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. We had worked together in a brief period from 2013 and God had blessed me to receive about 13 jobs on those years. However, due to certain circumstances, I could not continue some of them. ഞാൻ ഒരു പാരമ്പര്യ സഭയിൽ ജനിച്ചു വളരുകയും ഒരു പുരോഹിതനാകണം എന്ന് ആഗ്രഹിച്ച് ജീവിക്കുകയും അതിനുവേണ്ടി വളരെ ഡെഡിക്കേറ്റഡായി പൂർണ്ണമായി സമർപ്പിച്ച് ജീവിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. I was living and continuing in a mainline church denomination and I decided to be a priest or a vicar in that church. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും അതിന് സാധിക്കാതെ പോയി. തുടർന്ന് പല ജോലികൾ ചെയ്യേണ്ടി വന്നു. ഞാൻ പത്തനാപുരം മൗണ്ട് താബോറിൽ നിന്ന് എംകോം മാലൂർ കോളേജിലാണ് പഠിച്ചത്. എംകോം വരെ പഠിച്ചു. തുടർന്ന് പല മേഖലകളിൽ, പ്രത്യേകിച്ച് ഹോസ്പിറ്റാലിറ്റി മേഖലകളിലൊക്കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല മേഖലകളിലൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 12 വരെ ഞാൻ ജോലി ചെയ്തു. So I had done my MCom from college and however I was not able to continue in that line and I had switched to administration and was working in various jobs in an administrator capacity. ഓക്കെ, എന്നാൽ അതിലേക്കൊന്നും കൂടുതൽ ഞാൻ കടക്കുന്നില്ല. പെട്ടെന്ന് പറഞ്ഞിട്ടെ, ഞാൻ ഇവിടെ ഈ ചർച്ചിൽ വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, ഞാനും എൻ്റെ കുടുംബവും 2023 ജനുവരി 6 ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസ കൂട്ടായ്മയിലേക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് പങ്കെടുക്കുന്നത്. It was in 2023 that I started joining for a believer congregation like this. ദൈവകൃപയാൽ ഏപ്രിൽ 20 ഞങ്ങൾ കുടുംബമായി രക്ഷിക്കപ്പെട്ട് ദൈവത്തിലേക്ക് ചേർന്നു. By April 20th, me and my family got baptized and we joined the church. ഞാനും എൻ്റെ വൈഫും 2 കുഞ്ഞുങ്ങളും അല്ലാതെ ഞങ്ങൾക്ക് ദൈവമല്ലാതെ മറ്റാരും ഞങ്ങളോട് സഹകരണമോ മിണ്ടാട്ടമോ ഒന്നും ഇല്ല. Apart from God, I did not have any cooperation from anybody. ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പറയട്ടെ, സെപ്റ്റംബർ 12 എൻ്റെ ജോലി നഷ്ടമായി. എൻ്റെ ഫാദർ ഓഗസ്റ്റ് 29 മരിച്ചു. ഒരു അനാഥനെ പോലെ അവിടെ പോയി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം സെപ്റ്റംബർ 12 എൻ്റെ ജോലിയെല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ഈ ചർച്ചയിൽ വരാനായിട്ടുള്ള കാരണം, ഓഗസ്റ്റിൽ ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം മാർച്ച് 1 മുതൽ മീറ്റിങ്ങുകൾക്കൊക്കെ ഇങ്ങനെ പങ്കെടുക്കാറുണ്ട്. അന്നേരം ഒത്തിരി പേർ എന്നോട് പ്രൊഫസികളും കാര്യങ്ങളും ഒക്കെ പറയാറുണ്ട്. എന്നാൽ ഞാൻ അതിനെ ഒന്നും അങ്ങനെ എൻ്റെ ജോലിയിൽ തന്നെ ഞാൻ മുഴുകിക്കൊണ്ടിരുന്നു. ഓഗസ്റ്റിൽ ഞാനൊരു ഒത്തിരി പ്രയാസം അനുഭവിച്ചിങ്ങനെ ഇരിക്കും. ദൈവമേ, എൻ്റെ മേലുള്ള വാഗ്ദത്തം എന്താണ്? എന്നെ എന്തിനാണ് ഈ സ്ട്രഗിളിൽ കൂടി? കാരണം ജോലികൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. എന്നാൽ 2 ദിവസം കഴിയുമ്പോൾ അടുത്ത ജോലി കിട്ടുന്നു. എനിക്കറിയത്തില്ല, ഞാൻ എങ്ങും സ്റ്റേബിൾ ആകുന്നില്ല. ഞാൻ ആകെപ്പാടെ പ്രയാസമായി. അങ്ങനെ ഇരിക്കുമ്പം ഓഗസ്റ്റിൽ ഞാനൊരു സ്വപ്നം കാണാം. ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ട് 6 മാസം ആകുന്നുള്ളൂ. എനിക്ക് ഈ പാസ്റ്റർമാരെ അങ്ങനെ ആരെയും എനിക്കറിയത്തില്ല. വളരെ ചുരുങ്ങിയ 2-3 പേരെയൊക്കെ, അതും ഡെപ്തിൽ ആരെയും അറിയത്തില്ല. അങ്ങനെ ഓഗസ്റ്റിൽ ഞാനൊരു സ്വപ്നം കാണുക. ഇതെൻ്റെ ജീവിതത്തിൽ നടന്ന കേട്ടോ, ഇതൊരു കെട്ടുകഥയല്ല. ഞാൻ ഉറപ്പിച്ച് പറയും, ഇതൊരു കെട്ടുകഥയല്ല. എൻ്റെ ജീവിതത്തിൽ നടന്ന, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കുടുംബവും ഇവിടെ ഉണ്ട്. ഇത് കെട്ടുകഥയല്ല, എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സ്വപ്നം കാണുക. ഒരു ദിവസം, in the last 6 months after we came to the Lord as a family, we have been going through various different trials and difficulties. This is not a concocted story. My wife and my children are here and they will attest to the same that I have encountered or I have experienced in my life. Since 6 months, I lost my father. It was a very difficult time. My family was ostracized from the rest of the community and the relatives, and we were going alone. And I kept losing jobs and getting new jobs, but I could not become stable.
jobs kept coming to me and I kept losing jobs. And I was going in this way when in the month of August, I saw a vision and a dream. യെസ്, അങ്ങനെ ഞാൻ ഒരു വെളുപ്പിന് 2 മണിയായി. ഞാൻ സ്വപ്നം കണ്ട് എഴുന്നേൽക്കുമ്പം ഞാൻ കണ്ട സ്വപ്നം ഇതാണ്. ഒന്ന്, എനിക്ക് ദൈവശബ്ദം കേൾക്കണം. ദൈവശബ്ദം കേൾക്കുമ്പം എന്നോട് പറഞ്ഞു, പുനലൂർ സാമച്ചൻ പാസ്റ്റർ എന്നൊരു വ്യക്തിയുണ്ട്, പോയി കാണുക. ഇതെൻ്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യമാണ്. എനിക്കിത് അറിയത്തില്ല, എനിക്ക് പാസ്റ്ററിനെ അറിയത്തില്ല. ഞാൻ തുറന്നു പറയുന്നു, എനിക്കറിയത്തില്ല. ഇങ്ങനൊരു വ്യക്തി എന്താണെന്നോ ഏതാണെന്നോ എനിക്കറിയത്തില്ല. ഞാൻ സ്വപ്നം കണ്ടു. അതിനുശേഷം എന്നോട് ദൈവം സംസാരിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 നീ എടുത്ത് വായിക്കുക. ഞാൻ എടുത്ത് വായിച്ചു. അതിനകത്ത് 2 വചനങ്ങൾ എന്നോട് ദൈവം സംസാരിച്ചു. ഒന്ന്, ദാവീദിന് കൊടുത്ത നിശ്ചലമായ ഒരു അനുഗ്രഹം നിനക്ക് ഞാൻ തരും. 2, അതിനകത്ത് പറയുന്നു, നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ. ഇത് എൻ്റെ അന്ന് ഞാൻ എടുത്തു. അന്ന് പക്ഷേ എനിക്ക് അറിയാവുന്ന പാസ്റ്റർമാരോടൊക്കെ ചോദിച്ചു, പാസ്റ്റർ എനിക്ക് സാമച്ചൻ പാസ്റ്റർ എന്ന് പറയുന്ന ഒരാളെ കാണാൻ പറ്റുമോ? അന്നേരം എന്നോട് പറഞ്ഞു, അദ്ദേഹം ഒന്നും നാട്ടിലില്ല. എൻ്റെ വൈഫ് ചിരിക്കുന്നുണ്ട്. ഒന്നും നാട്ടിലില്ല, ഇത് നിനക്ക് ഉടനെ ഒന്നും സാധ്യമാകുന്നൊരു കാര്യമേ അല്ല. അദ്ദേഹത്തിൻ്റെ നമ്പർ കിട്ടി വിളിച്ചാലും നേരിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്നൊന്നും ഉടനെ നടപടിയാകുന്ന കാര്യമേ അല്ല. അതുകൊണ്ട് നീ ഇപ്പോൾ അത് ചിന്തിക്കണ്ട. നീ വിശ്വാസ ജീവിതത്തിൽ കുഞ്ഞാണ്, അദ്ദേഹത്തെ കാണാൻ മാത്രം ഒന്നും നീ ആയിട്ടില്ല എന്നോട് പറഞ്ഞ പാസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ നമ്പർ കണ്ട് ഒരു നമ്പർ കണ്ട്, അന്നേരം എനിക്ക് സാധാരണ ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ പേജിൽ നമ്പർ കാണുമ്പോൾ അത് ഓഫീസിലെ നമ്പേഴ്സ് ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ നമ്പർ കണ്ട് ഞാൻ അതിനകത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പം വളരെ നിരാശയോടെ ഞാൻ മെസ്സേജ് അയക്കുന്നത്. പാസ്റ്ററിനോട് എനിക്കൊന്ന് കാണണം. എന്നിട്ട് ഞാൻ പാസ്റ്ററിനോട് ആ മെസ്സേജ് വായിച്ചാൽ മനസ്സിലാവും, എന്നോട് ദൈവശബ്ദം, പാസ്റ്ററിനോട് എന്നെ കാണണമെന്ന് ദൈവശബ്ദം പ്രാവശ്യം ആലോചിച്ച് ദൈവം സംസാരിക്കുവാണെങ്കിൽ മാത്രം എന്നെ കണ്ടാൽ മതി. അന്നേരം ഒന്നും അതിന് മറുപടി പറയുന്നില്ല. സെപ്റ്റംബർ 29 പാസ്റ്റർ എനിക്ക് മറുപടി അയക്കുകയാണ്, ഞാൻ നാട്ടിലുണ്ട്, അടുത്ത ഞായറാഴ്ച എൻ്റെ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്തോളാൻ. ഞാൻ അങ്ങനെ ഇവിടെ വരുന്ന ദിവസമാണ് എന്നോട് 8 മിനിറ്റ് നീളുന്ന പ്രൊഫസി പാസ്റ്റർ പറഞ്ഞത്. ഞാൻ സെപ്റ്റംബർ 12 വീണ്ടും വരുന്നു. സെപ്റ്റംബർ 12 മുതൽ ഇന്നേക്ക് ഈ ദിവസം വരെ, നവംബർ 17 വരെ എനിക്ക് ജോലിയില്ല, എനിക്ക് സേവിങ്സ് ഇല്ലായിരുന്നു, വരുമാന മാർഗമെല്ലാം നിലച്ചു. എൻ്റെ കുഞ്ഞുങ്ങൾ 2 മാസമായി സ്കൂളിൽ പോയിട്ട് 4 മാസത്തെ വാടക കൊടുക്കാനുണ്ട്. ഈ സാഹചര്യത്തിലൂടെ എല്ലാം പോകുമ്പോൾ എൻ്റെ ഞങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാകത്തില്ല. ഞങ്ങൾ കടന്നു പോകുന്നത്, ഞങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് ടിഫിൻ കൊടുത്തു വിടാൻ വകയില്ലാതെ പ്രയാസപ്പെട്ട ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ മിറക്കിൾസ് ആണ് ഈ കഴിഞ്ഞ ഇത്രയും ദിവസം വരെ ഓരോരുത്തരും തരുന്ന. അതും ഞങ്ങൾ എടുത്ത ഒരു ഡേഞ്ചർ തീരുമാനമുണ്ട്. ഒരാളോട് പോലും അങ്ങോട്ട് ചോദിക്കത്തില്ല, ദൈവമേ അവിടുന്ന് വിളിച്ചതാണെങ്കിൽ, അവിടുന്ന് നയിക്കുന്നതാണെങ്കിൽ, അവിടുത്തെ ഹിതമാണെങ്കിൽ അവിടുന്ന് നയിക്കണം. അങ്ങനെ ഈ ദിവസം വരെ, ഇന്ന് വരെ ഏലിയാവിന് കാക്കയെ അയച്ച് അപ്പവും ഇറച്ചിയും കൊടുത്തൊരു ദൈവം ഞങ്ങൾക്കും കൊടുക്കുന്നു. അങ്ങനെ സ്കൂളിൽ പോകാതെ കുഞ്ഞുങ്ങൾ വളരെ പാസ്റ്റർ അന്ന് മുതൽ ഇന്ന്, എന്നെ കണ്ട അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം, ഞങ്ങൾക്ക് ദൈവം കഴിഞ്ഞാൽ ഇന്നൊരു അപ്പൻ്റെ സ്ഥാനത്താണ്. ഞാനൊരു മെസ്സേജ് പോലും അങ്ങോട്ട് അനാവശ്യമായി അയക്കാറില്ല. പക്ഷേ ദൈവം കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു അപ്പൻ്റെ സ്ഥാനത്താണ് ഇന്ന്. ഞങ്ങളെ അത്രമാത്രം കരുതുന്നുണ്ട്, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം തിരക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വളരെ കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നെങ്കിൽ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാണ്. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയാസമില്ല. കാരണം എൻ്റെ ദൈവം അവർക്ക് മേലിട്ടിരിക്കുന്ന വാഗ്ദത്തത്തെ പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെതായ ഒരു പ്രിൻസിപ്പിളുണ്ട്. ആ പ്രിൻസിപ്പിൾ തെറ്റിച്ച് എൻ്റെ ദൈവം ഒന്നും ചെയ്യത്തില്ല. അവരുടെ മേൽ വാഗ്ദത്തം ഉണ്ടെങ്കിൽ ആ വാഗ്ദത്തം പൂർത്തീകരിപ്പാൻ സർവശക്തനായ ദൈവം മതിയായ ഒരു ദൈവമാണ്. ഞാൻ ആ വിശ്വാസത്തോടു കൂടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവമേ, സ്കൂളിൽ നിന്നൊക്കെ വിളികൾ വന്നു തുടങ്ങി. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ സ്കൂളിൽ പോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ദൈവം അറിയിക്കണം. അന്നേരമാണ് പാസ്റ്റർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞുങ്ങളുടെ 2 മാസത്തെ അവരുടെ ഇന്ന് വരെ ഡിസംബർ വരെയുള്ള ഫീസിൻ്റെ ക്രമീകരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ പോയി പറഞ്ഞിട്ട് അത് ചെയ്തോ. നീ സ്കൂളിൽ പോയി, ഞങ്ങൾ സിസ്റ്ററോട് ചോദിച്ചപ്പോൾ സിസ്റ്ററിനോട് എൻ്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതൊരു കത്തോലിക്ക സ്കൂളാണ്. ഞങ്ങൾ മതത്തെയോ വർണ്ണത്തെയോ നിറത്തെയോ വ്യക്തിത്വം ഒന്നുമല്ല പറയാം, ഞങ്ങൾ വിളിക്കുന്നത് ഞങ്ങളുടെ യേശുവിനെയാണ്. അപ്പോൾ സിസ്റ്റർ ഞങ്ങൾ കാര്യങ്ങളെല്ലാം സിസ്റ്ററോട് പറഞ്ഞു. സിസ്റ്റർ എന്നിട്ട് എല്ലാം കേട്ടതിന് ശേഷം പറഞ്ഞു,
ഞാൻ ഈ ഫീസിൽ എന്ത് ഇളവ് തരാൻ പറ്റുമെന്ന് മാനേജ്മെൻറ്റിനോട് ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങളോട് പറയാമെന്ന് പറഞ്ഞു. അന്നേരം എല്ലാം അത്ഭുതകരമായി നടത്തുന്ന ഒരു ദൈവം. അങ്ങനെ ഈ കഴിഞ്ഞ ഇന്ന് വരെ പാസ്റ്റർ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, ഞങ്ങളെ നടത്തുന്നുണ്ട്. ഈ ചർച്ചിൽ വന്നതിന് ശേഷം ഞാനതിന് ശേഷം ചൊവ്വാഴ്ച വന്ന് ഇവിടുത്തെ പ്രയർ ടവറിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒത്തിരി അത്ഭുതങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാരണം ഞാൻ ആദ്യത്തെ ആഴ്ച ഇവിടെ വരുന്നൊരു ചരിത്രവും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. സമയം പോകുന്നു, എന്നാലും അത് പറഞ്ഞില്ലെങ്കിൽ ഞാനിവിടെ വരുമ്പം ഒരു ആവേശത്തിൻ്റെ പുറത്ത് പാസ്റ്ററെ കാണണമെന്ന് പറഞ്ഞ് വരിക. എൻ്റെ തിരിച്ചു പോകാൻ പൈസയില്ല. ഇത് കെട്ടുകഥയല്ല കേട്ടോ, തിരിച്ചു പോകാൻ പൈസയില്ല. എനിക്കിവിടെ ആരോട് ചോദിക്കണമെന്നും അറിയത്തില്ല. ഞാനിവിടെ നിന്ന് ഇറങ്ങി നടക്കുക. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ ഒരു ഓട്ടോക്കാരൻ കൈ കൊട്ടി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാ, പത്തനംതിട്ടയിൽ നിന്ന് വന്ന ഒരാൾ ഇവിടുന്ന് പൈസ ഇല്ലാതെ പോകണില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ പൈസ എടുത്തു തന്നു. ഇതെൻ്റെ വ്യക്തി ജീവിതത്തിൽ നടന്ന സംഭവം കേട്ടോ. 500 നോട്ടുകൾ പേഴ്സിൽ വെച്ച് നടക്കുന്നവർക്ക് ഇതിൻ്റെ വില അറിയത്തില്ല. ഞാൻ അനുഭവിച്ച സത്യമായത്. ഞാനൊരു കാര്യം പറയാം, വിളിച്ചവൻ വിശ്വസ്തനാണ്, കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഞാനിവിടെ നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷത്തോടാണ് നിൽക്കുന്നത്, ഒത്തിരി സന്തോഷത്തോടെ. ഞങ്ങൾക്ക് ഒരു കുറവുകളെ ഓർത്ത് ഞങ്ങൾക്ക് പ്രയാസമില്ല. ഞങ്ങൾ വളരെ പ്രത്യാശയോടുകൂടിയാണ് നിൽക്കുന്നത്. ദൈവം നടത്തുമെന്ന് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഞങ്ങളെ അപ്പൻ്റെ സ്ഥാനത്ത് നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പാസ്റ്ററിനുള്ള നന്ദിയും കുടുംബത്തിന് ഞങ്ങൾ അർപ്പിക്കുന്നു.